വെൽക്കം ബാക്ക്. ജോക്കർ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാക്ബുക്ക് വാങ്ങിച്ച പോലെ തന്നെ ഒരുപാട് കാലം നമ്മൾ കാത്തിരുന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ വാങ്ങിച്ചാണ് ന്യൂണിന്ന്. ഇത് ഓൾറെഡി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇതൊരു ജെന്യുവിൻ പ്രൊഡക്റ്റ് ആണോ എന്ന് അറിയാനായിട്ടൊരു ചെറിയ ടെൻഷൻ. അതുകൊണ്ട് ഇന്നലത്തെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിരുന്നു. സോ നമ്മുടെ DJI Osmo Pocket 3 എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ആഗ്രഹത്തിന് ഒരു വർഷം ഏകദേശം ആയിട്ടുണ്ട്. ഞാനിട്ട് അന്ന് പൈസ ഇല്ലാണ്ടാണ് ഞാൻ DJIയുടെ ജിംബൽ വാങ്ങിച്ചത്. ഗിംബലോ അത് വാങ്ങിച്ചത് ഒരു വർഷം മുമ്പാണ്. അന്ന് നോട്ടിട്ട് വെച്ചാണ്. ഇതിൻ്റെ റിവ്യൂസ് നോക്കലും ആൾക്കാരെടുത്ത് എൻ്റെ വീഡിയോസുകൾ നോക്കലും കണ്ടിരിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ പണി. ഇതിപ്പോൾ ഞാൻ ന്യൂണിൽ നിന്നാണ് വാങ്ങിച്ചത്, ദുബായിൽ നിന്ന്. സത്യത്തിൽ ഇത് മാത്രം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 1600-1700 ദിർഹംസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അത് ഏകദേശം ഒരു സമയമായപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ആ പൈസ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്രിയേറ്റർ കോംബോ ഉണ്ട്. നമ്മളത്ര വലിയ വ്ളോഗറോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ വാങ്ങുമ്പോൾ ഈ ക്രിയേറ്റർ കോംബോ തന്നെ വാങ്ങണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് തന്നെ വാങ്ങണം എന്നുള്ളത്. സോ ഇന്നലെ ഞാൻ നൈസായിട്ട് ഇതൊന്ന് പൊട്ടിച്ചു. ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്നും ബാക്കി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ പുറത്ത് ചെയ്തിരിക്കുന്നത് എന്താണ്, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു ഇത് ഇറങ്ങിയിട്ട് 1.5 കൊല്ലം കണ്ടായി എന്ന് തോന്നുന്നു. പക്ഷേ ഇതുവരെ പോക്കറ്റ് 4 ഇറങ്ങിയിട്ടില്ല. ഇതിൽ അവസാനിച്ചിരിക്കുകയാണ്. പോക്കറ്റ് 1, പോക്കറ്റ് 2, പോക്കറ്റ് 3 ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ സാധനം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും വാങ്ങിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഒരുപാട് ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഇത് DJIയുടെ സൈറ്റിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇത് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ഇത് ഈ കോംബോ പാക്കിന് 2999 3000 ദിർഹമാണ് വില. ശരിക്കും ഇത് ഈ പാക്കിന് 2500 DJIയുടെ സൈറ്റിലുള്ളൂ. ശരിക്കും അവിടെ നിന്നാണ് ശരിക്കും ഇത് വാങ്ങേണ്ടത്. പക്ഷേ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. വന്ന ഉടനെ ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകും. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ന്യൂണിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോഴും ഞാൻ ഒരുപാട് അവരുടെ ആ സെല്ലറിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. കാരണം ഇത്രയും എമൗണ്ട് മുടക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നോർമലി നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല, ഇത് നമ്മൾ അത്ര ആഗ്രഹിച്ച പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റിട്ടേൺ പോളിസിയിൽ ഞാൻ നോക്കിയപ്പോൾ ഇത് സീല് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ അവർ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഒരുപാട് ടെൻഷനായിപ്പോയി. പക്ഷേ ഫൈനലി അത് വാങ്ങിച്ചു. ഇത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. DJIയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ അതിൻ്റെ ചെയ്യാം. DJIയുടെ സൈറ്റ് പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കുക. സപ്പോർട്ടിൻ്റെ നേരെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഡിവൈസ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഡിവൈസ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടിയിൽ സീരിയൽ നമ്പർ കാണും. ഓക്കെ, ഈ സീരിയൽ നമ്പർ അവിടെ അടിച്ചു കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈഡ് ആയിട്ട് ഇത് ഓപ്പൺ ആയോ ഇല്ലയോ എന്നുള്ളത്, ഇത് ജെന്യുവൻ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതും വെരിഫൈ ചെയ്ത് കാണിക്കും. അതൊരു വലിയ ഗുണമാണ്. ഞാനിത് സാധനം ഇതിൻ്റെ പുറത്തെ പ്ലാസ്റ്റിക് ഉരിച്ച് കളഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഈ സീരിയൽ നമ്പർ കണ്ടത്. എന്നിട്ട് ഞാനത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് പൊട്ടിച്ചത്. ഞാൻ ഇന്നലെ ഓപ്പൺ ആക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയും ഇനി എങ്ങാനും ഇതിൻ്റെ ഉള്ളിൽ വല്ല ഇഷ്ടി എങ്ങാനും വെച്ച് തന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഇത് 1.5 കൊല്ലം മുമ്പത്തെ പ്രൊഡക്റ്റാണ്. നമ്മളിത് വെറുതെ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് പിന്നെ പ്രൊഡക്റ്റ് ഇറങ്ങിയില്ല. അപ്പോൾ പോക്കറ്റ് 4 വരാൻ പോകണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലൊരു കാർഡ്ബോർഡ് ബോക്സ് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ബോക്സും പിന്നെ ഈ ഒരു പൗച്ചും പിന്നെ കുറച്ച് പേപ്പേഴ്സും. ഇതിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം. ഫസ്റ്റ് ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ബോക്സിൽ ആകെ ഒരു കേസ് ആണ് വരുന്നത്. ഇത് കേസ് എന്ന് വെച്ചാൽ ഈ പോക്കറ്റ് 3 എടുത്ത് വയ്ക്കാനുള്ള കേസ്. ഓക്കെ, നമുക്ക് ഇത് യൂസ് ചെയ്തതിൻ്റെ ഇടയിൽ നമുക്കൊരു കേസ് പോലെ, ഒരു പ്രൊട്ടക്റ്റ് കവർ പോലെ ഇത് യൂസ് ചെയ്യാം. അതുമാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലെൻസ്, സെപ്പറേറ്റ് വൈഡ് ലെൻസും കാര്യങ്ങളൊക്കെ ഒരെണ്ണം വരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വേറെ വാങ്ങിക്കാൻ പറ്റും. അതായത് ബ്ലൂയിഷ്, റെഡ്, അങ്ങനെ ഷെയ്ഡ് വരുന്ന ലെൻസുകൾ വാങ്ങിക്കാൻ പറ്റും. 2 എണ്ണം വെക്കാനുള്ള ഗ്യാപ്പ് ഇതിലുണ്ട്.
നമുക്ക് ഇതിൽ തന്നെ വെച്ച് കൊണ്ടു നടക്കാം. വൈഡ് ലെൻസ് വയ്ക്കാം, പിന്നെ ഒരു എന്തെങ്കിലും കളർ ഷെയ്ഡ് ഉള്ള ലെൻസും വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്. നമുക്കിതിൻ്റെ കൂടെ തന്നെ കൊണ്ടു നടന്ന് ലെൻസ് മാറ്റി മാറ്റി വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ വൃത്തിയൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, നല്ല സ്ട്രോങ് ആണ് സാധനം. അത് മാത്രമല്ല, ഇതിൽ കുറച്ച് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ഇത് ഓപ്പൺ ആക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതാണ് DJI Pocket 3 പൗച്ച്. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട്, എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലൊരു DJIയുടെ സൈനുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വെക്കേണ്ട സാധനങ്ങളുടെ സ്പേസ് കണ്ടോ, സ്പേസ് കറക്റ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് വേറെ എക്സ്ട്രാ ഗ്യാപ്പൊന്നുമില്ല. അതുകൊണ്ട് നല്ല ഫിറ്റായിട്ടിരിക്കും. ഇതിൽ നമ്മളെ നായകൻ വരും. ദിസ് ഈസ് അവർ നായകൻ കേട്ടോ. ദിസ് ഈസ് DJI Pocket 3. ഇത് നമുക്ക് കാണിക്കാം. അതിന് മുമ്പ് ഇതിൽ വേറെ എന്തൊക്കെ വരും നോക്കാം കേട്ടോ. ഓക്കെ, ഇതൊരു കവറാണ്. ഇത് എക്സ്ട്രാ ബാറ്ററി വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്. അതായത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ആളെയും ഒരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. അതൊരു ട്രൈപോഡ് ഉണ്ട്. അവസാനം ഞാൻ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതിന് ശേഷം ഇത് ട്രൈപോഡ് വെക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അത് ട്രൈപോഡിൻ്റെ അടിയിലൊരു സ്ക്രൂവിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ. ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു ത്രെഡ് ആ മെഷീനിൽ ഉണ്ടാവില്ല. കണ്ടോ, ഇതിൽ ചാർജ് ചെയ്യാനുള്ള പോർട്ടാണുള്ളത്. സോ ഇതിൻ്റെ ത്രെഡ് ഇല്ലാത്ത കാരണം നമുക്ക് ട്രൈപോഡിൽ വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടാണിത്. ഓക്കെ, ഈ സാധനം. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ മൈക്കാണ്. ഇതിൻ്റെ സെയിം DJIയുടെ മൈക്ക് ഇതിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം വേറെ എന്താ വെച്ചാൽ, DJIയുടെ നമ്മൾ നോർമൽ ഇപ്പോൾ എൻ്റെ വൈഫ് ഉപയോഗിക്കുന്ന ഹോളിലാൻഡിൻ്റെ മൈക്കാണ്. അതിൻ്റെ റിസീവർ ഉണ്ട്. ഇപ്പം ഞാൻ വൈഫിൻ്റെ മൈക്കാണ് ഉപയോഗിക്കുന്നത്. ഈ മൈക്കിനുള്ള റിസീവർ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് വെക്കണം. DJIയുടെ റിസീവർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്, ഒരു ചെറിയ ബോക്സ് പോലൊരു സാധനം. അത് ഭയങ്കര വൃത്തിയാണ്. അതിനേക്കാൾ കോമ്പാക്റ്റബിൾ ആയിട്ടാണ് ഹോളിലാൻഡ് അതിൻ്റെ റിസീവർ കൊണ്ടുവന്നത്. ട്രാൻസ്മിറ്റർ എന്ന് പറയും. അത് നമുക്ക് വളരെ ഒരു ചെറിയൊരു ഇത്രയും പോകുന്നൊരു പീസ് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ ഇതിൽ അതും വേണ്ട. ഇതിൽ ട്രാൻസ്മിറ്റർ ഇൻബിൽട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓസ്മായിട്ട് കണക്റ്റ് ആവും. ഇതിന് വേറെ ട്രാൻസ്മിറ്ററിൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, നമുക്ക് സപ്പോസ് ഇതിപ്പോൾ ഓഫായിപ്പോയി, ഓഫാവാണ്ടിരിക്കാനായിട്ടാണ് നമുക്ക് സെപ്പറേറ്റ് ബാക്കപ്പ് ബാറ്ററി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതെങ്ങാനും ഓഫായിപ്പോയി എന്ന് തന്നെ വിചാരിക്കട്ടെ, നമുക്കപ്പോൾ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിൽ വോയിസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ സെപ്പറേറ്റ് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു 5 to 6 hour നമുക്ക് വോയിസ് ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇതിൽ ഇനിയൊരു ലെൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ലെൻസ് വയ്ക്കുന്നത് ഒരു വൈഡ് ലെൻസാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇത് മാഗ്നറ്റിക്കും കൂടെയാണ്. നമുക്ക് വേറെ ഫിറ്റ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ വൈഡ് ലെൻസ്. ഓക്കെ, ഇതാണ് വൈഡ് ലെൻസ്. ഇത് ഞാൻ ഓൺ ആക്കുമ്പോൾ കാണിച്ചുതരാം. ഓസ്മോൾ ജസ്റ്റ് ഒന്ന് ആ സ്ക്രീനല്ല അതിൻ്റെ ക്യാമിൻ്റെ ലെൻസിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അതങ്ങനെ നേരെ ഒട്ടി പിടിച്ചിരുന്നോളൂ മാഗ്നറ്റിക് ലെവലിൽ. ഓക്കെ, ഇനി ഇതിലുള്ളത് വിൻസ്ക്രീനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ മറ്റേ ഷസാമൊക്കെ ഇതിന് കളിയാക്കി പൂച്ചപ്പെടാന്നൊക്കെ വിളിക്കും. ഇത് നമുക്ക് പുറത്തെങ്ങാനും പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വിൻഡിനെ തടയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നേരെ നമുക്ക് ആ മൈക്കിലെടുത്തിട്ട് കണ്ടോ, ഇതിൻ്റെ ഹോൾ കണ്ടോ, ഈ മൈക്കിൽ ഇത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സംസാരിക്കാൻ പറ്റും. ഇത് ഈ കാറ്റിൽ നമ്മളെ വോയിസിൻ്റെ ക്ലാരിറ്റി നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് സഹായിക്കും. അതാണ് ഈ വിൻസ്ക്രീൻ വരുന്നത്. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു നമ്മളൊരു പഴയ മൊബൈൽ, നോക്കിയ മൊബൈലിലൊക്കെ ഉണ്ടാവില്ലേ, അതുമ്പോൾ ലോക്ക് ചെയ്തിട്ട് ഒരു വള്ളി പോലെ പിടിക്കാനായിട്ട്, അങ്ങനെ സാധനമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു കവർ കിട്ടും നമുക്കിവിടെ ഇങ്ങനെ ഒരു വള്ളി പോലെ ഒരു ബെൽറ്റ് പോലെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സുഖമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് വാങ്ങുന്നതിന് കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഇങ്ങനെ പിടിക്കാനും ഇത് ഭയങ്കര ക്യൂട്ടാണ്. അതുപോലെ ഇത് ചിലരുടെ കൈ, ഇപ്പം എൻ്റെ കൈയൊക്കെ കുറച്ച് ഭയങ്കര വലുതാണ്, അത് കാരണം ഇത് ഭയങ്കര ചെറുതായിരുന്നു. ഭയങ്കര ചെറുതായി നിങ്ങൾ നോക്കിയാൽ ഒരു കൈപ്പത്തിയുടെ ഉള്ളിൽ അത്രയേ ഉള്ളൂ ഈ സാധനം. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈപോഡിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നോക്കൂ ഇതില്ലേ, ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ലെങ്തി ആയിട്ട് കിട്ടും. അതല്ലാതെ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ലെങ്ത്ത് കിട്ടാൻ വേണ്ടി നമ്മളൊരു സാധനം വെറുതെ കുത്തി വയ്ക്കുകയാണ്. അത്രയും കോമ്പാക്റ്റബിൾ ആണ്, അത്രയും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഭയങ്കര മിനിമൈസ് ചെയ്ത് തന്നിരിക്കുകയാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ഓപ്പൺ ആക്കണേ നോക്കാം. അതിന് മുമ്പ് ഈ സ്ക്രീനിൽ നിന്ന് നമുക്കിത് പതുക്കെ ഒലിച്ചു കളയാം. ആയി, വളരെ സാറ്റിസ്ഫൈഡ്. ഇത് ഓണായി കഴിഞ്ഞാൽ ഓപ്പണായി. ഇതിൽ നമുക്കിതിൻ്റെ QR കോഡ് വഴി നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാനാണ്. ഇത് നമുക്ക് ഇതുപോലെ എടുക്കാം, അതുപോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ഇനി അഥവാ ആ നേരത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നോർമൽ വീഡിയോസ് യൂട്യൂബിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാം. റീൽസ് ആക്കിയിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഓപ്പൺ ആവാത്തത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് DJI Mimo. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സത്യത്തിൽ ഇതൊരു 5 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എനിക്കൊരു ടെൻഷൻ കാരണമായിട്ട്, പിന്നെ അത് ടെൻഷൻ മാത്രമല്ല, നമുക്കൊരു സാധനം കിട്ടി അത് യൂസ് ചെയ്യാനുള്ള ഒരു ത്വര കൊണ്ടും കൂടിയിട്ട് ഞാൻ ഇന്നലെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ടെന്ന് മിക്ക സ്ഥലങ്ങളിലും റിവ്യൂസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് DJI തന്നെ വാങ്ങണം എന്നെനിക്കുണ്ടായിരുന്നത്. പക്ഷേ പൈസ ആ നേരത്ത് കറക്റ്റാക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല, പിന്നെ സ്റ്റോക്ക് വരുമ്പോൾ നമ്മളതിൽ പൈസ ഉണ്ടാവില്ല, അങ്ങനെ അതിങ്ങനെ നീണ്ടു പോയി. പിന്നെ രണ്ടും കൽപ്പിച്ച് നൂണി നിർത്തും. അത് കാരണം ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ അതൊക്കെ ചെക്ക് ചെയ്തിരുന്നു. കാരണം ഇതിൻ്റെ ഇത്രയും ക്ലാരിറ്റി ഉണ്ടാവാൻ കാരണം ഇത് 1 ഇഞ്ച് സെൻസറാണ്. അതുകൊണ്ട് നമുക്ക് പക്ക ക്ലാരിറ്റി ആയിട്ട് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെയാണ് ഞാൻ ഇന്നലെ ഒരു 256-ൻ്റെ മെമ്മറി കാർഡും വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ക്യൂരിയോസിറ്റി അടക്കാൻ പറ്റാണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെ യൂസ് ചെയ്യും, ഇതിൻ്റെ ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങൾ വഴിയുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതായത് ഇതിൽ നമുക്ക് വേറെ ഇത് കണക്ട് ചെയ്യേണ്ടോ ഒന്നുമില്ല. കാരണം ഈ മിമോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തന്നെ ഇതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഓൾറെഡി നമ്മളെ ഐഫോണിൽ വരും. ഇത് ഐഫോണാണ് ഏറ്റവും കൂടുതൽ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ. ഓക്കെ, ആപ്പിലും ഉണ്ട്. നമുക്ക് ഇവരെ ബോക്സിൻ്റെ ബാക്കിൽ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിലത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലുണ്ട് ഐഫോൺ ആണെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രീവ്യൂ കാണാൻ പറ്റും. വീഡിയോസ് എടുത്തത്, ഫോട്ടോസ് എടുത്തത് പ്രീവ്യൂ ഉണ്ട്. വേണ്ടാത്ത അവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത്. പിന്നെ നോയിസ് ക്യാൻസൽ ഈ മൈക്കിൽ നിങ്ങളിത് ഓണാക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരു ബ്ലൂ ലൈറ്റ് കത്തും, മിനി കത്തും. അതാണ് ഇതിൻ്റെ ഒരു സൈൻ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോഴാണ് നോയിസ് ക്യാൻസലേഷൻ വർക്കാവുന്നത്. ഓക്കെ, ഞാനിതിൻ്റെ നോർമലി ഉള്ള വീഡിയോ എടുത്തിട്ടും നോക്കി, അതുപോലെ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവായിട്ടുള്ളതും എടുത്ത് നോക്കി. എല്ലാം ബ്രഹ്മാണ്ടമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ റിവ്യൂസും അതിൻ്റെ വീഡിയോസും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്തു എന്ന് മാത്രം. ഇനി ഞാൻ ഇതിൻ്റെ എല്ലാ വീഡിയോസും എടുക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്ലാരിറ്റി ഡിഫറൻസും കാര്യങ്ങളൊക്കെ. പറ്റിയാൽ ഞാനൊരു ചെറിയ വീഡിയോ ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ വീഡിയോയിൽ കൂടെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി കാണിക്കാനായിട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഒരു മിനി വ്ളോഗേഴ്സിനെ മിനി വ്ളോഗേഴ്സ് എന്നല്ല, ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നത് ഈ ഓസ്മോ പോക്കറ്റ് 3 തന്നെയാണ്. കാരണം വെച്ചാൽ അത്രയും നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ് ഈ സാധനം. അത് മാത്രമല്ല, നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് പോകാം. ഇതിൻ്റെ പേര് പോലെ തന്നെ ഈ കേസിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ
ഞാൻ അതും കൂടി കാണിച്ചു തരാം. കേസിൽ വെക്കുമ്പോൾ നിങ്ങളൊരിക്കലും ഇങ്ങനെ വെക്കരുത്. ഇത് അകത്തേക്കാക്കിയിട്ട് കാണില്ലല്ലേ, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീഴുന്നുള്ളൂ. അപ്പം ഫുള്ളി പ്രൊട്ടക്റ്റഡായി. ലെൻസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. ഇനി നിങ്ങൾ ഈ മൈക്കും നമുക്ക് വേണമല്ലോ. മൈക്ക് നേരെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതും ക്ലിയർ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ. നേരെ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ എവിടേക്ക് വേണേൽ നമുക്ക് കൊണ്ടുനടക്കാം. അത് കഴിഞ്ഞ് വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് ഇടാം. ഫോട്ടോസ് അത്ര വലിയ ക്ലാരിറ്റി ഇല്ല കേട്ടോ. ഇത് മെയിൻലി വീഡിയോ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. സോ മാക്സിമം ഈ വ്ളോഗ് ചെയ്യുന്നൊരു നോർമലി ഇപ്പോൾ എനിക്കും ഇത്ര വലിയ ഒരു ഫാമിലി വ്ളോഗോ അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗോ എടുക്കുന്ന ഒരാളല്ല. പക്ഷേ ഇത് ഒരു ഇലക്ട്രോണിക്സിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ക്യാമറ വേണം, വീഡിയോസ് എടുക്കണം, നമ്മളുടെ മെമ്മറി നമുക്ക് വേണ്ടി മാത്രമായിട്ടെങ്കിലും എടുത്തു വയ്ക്കാനുള്ള വീഡിയോസ് എടുക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും എടുക്കാൻ ആഗ്രഹം വരുന്നൊരു സാധനമാണ്. കാരണം വെച്ചാൽ അത്രയും നമുക്കൊരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫോൺ എടുത്ത് നമുക്ക് സെൽഫി എടുക്കാനും വീഡിയോസ് ഇങ്ങനെ കുറേ നേരം എടുക്കാനൊക്കെ നമുക്കൊരു ചളിപ്പ് വരും. കാരണം വെച്ചാൽ ഇത്രയും വലിയ സാധനം എടുത്തല്ലേ. ഇതാകുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. നമ്മൾ ഫേസിലേക്ക് ഇത് നോക്കി വെച്ചിട്ട് പതുക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൈക്കിൽ നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ സംസാരിക്കുന്ന അതിൽ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തെടുത്തോളും. ബാക്കിയുള്ള നോയ്സുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പതുക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് പക്കയായിട്ടൊരു ചെറിയ 2 ഇഞ്ച് സ്ക്രീനിൽ നമുക്കത് കാണാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം ഈ സാധനത്തിലുണ്ട്. നമ്മൾ മൊബൈലിൽ വീഡിയോ എടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.